ഉണ്ണിക്കൽപുതമാഹ്ലാദം. ഇവിടെ പണ്ട് കണ്ടമായിരുന്നു വരമ്പൊക്കെ വെച്ച് കിട്ടിയതൊക്കെ. പിന്നെ എന്നോട് വിശേഷമൊക്കെ ആ പിന്നെ ഞാനൊരു കിടുക്കൻ കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു കവിത എഴുതാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എഴുതി. അടിപൊളി, സന്തോഷം. അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ശ്രുതയ്ക്ക് ഇപ്പൊ അഹങ്കാരമൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് നോക്കിയേ. ശ്രുതയെ പറ്റിയിട്ടല്ലേ പാട്ട് എഴുതിയത്? അല്ല, പുള്ളിക്കാരത്തിനെ പറ്റിയല്ല എഴുതിയ. സോറി. വേറെ സംഭവമുണ്ട്. കാരണം ഞാൻ നിങ്ങളെ പറ്റി ഒരു കവിത എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇയാൾ എന്നെ നിരുത്സാഹപ്പെടുത്തി. എനിക്ക് ചങ്കത്ത് കൊണ്ടുപോയത് 2 ബട്ടൺസും പൊട്ടിപ്പോയി. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. അതുകൊണ്ട് നിങ്ങളിവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി പിന്നീടാണെങ്കിലും ഞാൻ കവിത എഴുതാം. ഇന്ന് ഞാൻ നമ്മുടെ ഗസ്റ്റ് അൻസിബയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കവിത എഴുതിയത്. കാരണം നമ്മള് ഗസ്റ്റുകളെ ഇത് സവാള, തക്കാളി, ചിക്കൻ, കോഴിയിറച്ചി എന്നൊക്കെ. അയ്യോ, ഇത് വീട്ടിൽ നിന്നേ പലചരക്ക് സാധനം മേടിക്കണം. പാട്ട് പറയും. ഇതാണ് സാധനം. അൻസിബ വൃത്തം ഇല്ലല്ലോ ഏട്ടാ. സാധാരണ എന്നെ കാണുമ്പോൾ എല്ലാവരും വൃത്തിയില്ലാന്നാ പറയാറ്. ആദ്യമായിട്ടാണ് വൃത്തമില്ലാന്ന് പറഞ്ഞത്. അല്ല, ഈ എഴുതിയേക്കുന്നതിൽ വൃത്തം ഇല്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞു വൃത്തമില്ലാന്ന്? എവിടെ വൃത്തം? ഈ പീഠയുടെ ഇപ്പറ ഒരു ഡാ കിടക്കണുണ്ട്, അത് വൃത്തല്ലേ? ഈ ബായുടെ ഫ്രണ്ടിൽ കിടക്കണ ഒരു കുരിപ്പുണ്ടോ, അത് വൃത്തല്ലേ? ഈ രായുടെ ഇപ്പറ സൈഡിലായിട്ടൊരു നായുടെ ഇപ്പറയും കിടക്കണുണ്ടോ, വൃത്തമാണ്. പിന്നെ ഇവിടെ ഒരു വൃത്തം വരയ്ക്കണമെന്ന് ഞാൻ ഓർത്ത്. അവിടെ സ്ഥലം ചെറുതായതുകൊണ്ട് ഞാൻ വരയ്ക്കാൻ ഓട്ടെ. ഇതിന് അലങ്കാരം എന്തെങ്കിലും ഉണ്ടോ? അലങ്കാരം ഇല്ലല്ലോ. അലങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു ഡെക്കറേഷൻ ടീമിന്റെ കൊടുത്ത് നമുക്ക് അലങ്കരിപ്പിച്ചെടുത്താലോ. ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കത്തൊരു മറുകുണ്ട്, മുഖത്ത് നല്ല ഇച്ചിരി കറുപ്പുണ്ട്, പക്ഷെ ഷർട്ട് ഒരു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല കളറാട്ടോ. നീണ്ട മുടിയുണ്ട്, 5 അടി പൊക്കമുണ്ട്. നിങ്ങളുടെ ലക്ഷണമല്ല. എന്താ ചോദിക്കുന്നത്? എന്താ? അല്ല, ഈ ആശാന്റെ ലീലയെ പറ്റി എന്താ ചേട്ടന്റെ അഭിപ്രായം? ആര് പറഞ്ഞു ആശാന്റെ ലീലെന്ന്? ഈ ആശാന്റെ ലീലായിട്ട് പണ്ട് ചെറിയൊരു കമ്പനി ഉണ്ടായിരുന്നു. ഗോപാലിന്റെ കൂടെ പോയി കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരു വൃത്തികേട് ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഏത് ലീലയുടെ കാര്യം പറഞ്ഞു? കുമാരനാശാന്റെ ലീല. ഞാൻ അടിമാനുള്ള ലീലയുടെ കാര്യം പറഞ്ഞു. കുമാരനാശാന്റെ ലീലയായിരുന്നത്. ചേട്ടാ, ഈ ബാലസാഹിത്യം ഒക്കെ വായിക്കാറുണ്ടോ? ഇത് പോട്ടെ, ബാലസാഹിത്യം വായിക്കാറുണ്ടോ എന്ന് അറിയാൻ പാടില്ല. പൃഥ്വിരാജ് നന്നായിട്ട് ഇംഗ്ലീഷും പറയും, അടിപൊളിയായിട്ട് വായനശീലമുള്ള ഒരു ചെറുപ്പക്കാരൻ. ചേട്ടാ, ഞാൻ വായിച്ചിട്ട് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടനൊന്ന് വായിക്കും. വിദ്യാഭ്യാസമില്ല, അതുകൊണ്ടാണ്. ഞാൻ വായിക്കാം. എന്റെ കവിതയുടെ പേരാണ് അൻസിബ. അൻസിബേ, നിന്നെ ഞാൻ മനസ്സിലാക്കി. അമ്മാവിന്റെ സ്ഥാനത്ത് ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ പാടാ. അൻസിബേ, നിന്നെ ഞാൻ മനസ്സിലാക്കി, അനുസരണയുള്ളൊരു മകളായി നടിച്ചോരൻ. അൻസിബേ, നിന്നെ ഞാൻ മനസ്സിലാക്കി, പീഡന ശ്രമവുമായി വന്നൊരു നീചന്റെ തലമണ്ട അടിച്ചു പൊളിച്ചോരൻ. അൻസിബേ, നീ ഒരു ഝാൻസി റാണി. അൻസിബേ, നിന്നെ ഞാൻ മനസ്സിലാക്കി, അതും ഉണ്ണിക്കൽപുതമാഹ്ലാദം. ഞങ്ങളെല്ലാ കവികളും ലാസ്റ്റ് കവിത പാടി കഴിഞ്ഞതിന് ശേഷം അതും ഉണ്ണിക്കൽപുതമാഹ്ലാദം എന്ന് ഞങ്ങൾ പാടാറുണ്ട്. ചേട്ടാ, ഈ കവിത എന്തായാലും ഉയരങ്ങളിലൊന്നും എത്താൻ പോണില്ല. ഈ കവിത ഉയരങ്ങളിലൊന്നും എത്താൻ പോണില്ല. ഈ കവിത ഉയരങ്ങളിലെത്തില്ലെന്ന് ആരാ പറഞ്ഞു? ഉയരങ്ങളിലെത്തില്ല, ഒരിക്കലും എത്തില്ല. അങ്ങനെ അപ്പൊ ഇത്രയും നാള് ഞാൻ കൊച്ചായിട്ടാണ് ഇവിടെ ജീവിച്ചത്. ഇത് ഉയരങ്ങളിൽ പോയില്ലെങ്കിൽ എന്നെ നിങ്ങൾ ഉദ്ദേശിച്ചാലും അയ്യോ, നിങ്ങൾ നിസ്സാര കാര്യത്തിന് വേണ്ടി നമിക്കല്ലേ. ഇതിലും ഉയർത്തിപ്പോണ ഒരു സാധനം ടൈറ്റാ ഞാൻ എഴുതി തയ്യാറായിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ ഇവിടെ നിന്ന് പരിപാടി നടത്ത്, ഞാൻ അതുമായിട്ട് ഇപ്പൊ തന്നെ വരാം. ഓക്കെ 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 ഓക്കെ. അതും ഉണ്ണിക്കൽപുതമാഹ്ലാദം. പിന്നെ കട്ടാ. If my love wasn't here with me tonight, I would leave with you for just a little
little while.